കോൺഗ്രസ് നേതാവ് തമ്പാനൂർ സതീഷും പാർട്ടി വിടുന്നു. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് തമ്പാനൂർ സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തമ്പാനൂർ സതീഷ് നേരത്തെ DCC ജനറൽ സെക്രട്ടറി പദവി രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. വിവരങ്ങളുമായി നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നിർഭൻ, തമ്പാനൂർ സതീഷ് കെ കരുണാകരൻ്റെ വളരെ വിശ്വസ്തനായി ഒപ്പമുണ്ടായിരുന്ന ആളാണ്. മാത്രമല്ല, കെ കരുണാകരൻ ഉണ്ടായിരുന്ന സമയങ്ങളിൽ കോൺഗ്രസിൻ്റെ തന്നെ വളരെ നിർണായക പദവികൾ വഹിച്ചിരുന്ന ഒരാൾ. ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേർന്നൊരു സാഹചര്യത്തിൽ തമ്പാനൂർ സതീഷിൻ്റെ ഈ രാജിയെ, പാർട്ടി വിടുന്ന തീരുമാനത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? മറ്റെവിടെയെങ്കിലും ചേക്കാറുന്ന തീരുമാനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചന നൽകുന്നുണ്ടോ തമ്പാനൂർ സതീഷ്? സിജു സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കെ കരുണാകരൻ്റെ പ്രതാപകാലത്ത് ഒപ്പമുണ്ടായിരുന്ന, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഏറ്റവും സജീവമായി രംഗത്തുണ്ടായിരുന്ന നേതാവാണ് തമ്പാനൂർ സതീഷ്. തമ്പാനൂർ വാർഡിലെ കൗൺസിലറായിരുന്നു, DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ തന്നെ തലസ്ഥാനത്ത് നഗരത്തിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. കെ കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലടക്കം ഏറ്റവും വലിയ ബന്ധമുണ്ടായിരുന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു തമ്പാനൂർ സതീഷ്. അതിനുശേഷം ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം ഉറച്ചു നിന്നു. അതിനുശേഷമാണിപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന നേതാവാണ്. വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഈ പത്മജയ്ക്ക് പിന്നാലെ പാർട്ടി വിടുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും ജനങ്ങളുമായി ബന്ധമുള്ള പല നേതാക്കളും ഒഴുകി മാറിക്കൊണ്ടിരിക്കുന്നു. സംഘടനാ പ്രവർത്തനം ചിലർ അവസാനിപ്പിക്കുന്നു, ചിലർ BJPയിലേക്ക് പോകുന്നു, മറ്റു ചിലർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത്. തിരുവനന്തപുരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ തമ്പാനൂർ പോലെ തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടി പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് വലിയ വിഷമമുണ്ടാക്കി. പാർട്ടിയെ സംബന്ധിച്ച് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട്. അത് നാളെ നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തമ്പാനൂർ സതീഷ് നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാജിക്ക് മുമ്പ് KPCC ആസ്ഥാനത്തും ഒപ്പം തന്നെ പാർട്ടിയുമായി സംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചും തനിക്ക് ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം തമ്പാനൂർ സതീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചിരുന്നു. ആ രാജിവെക്കാനുള്ള കാരണമെന്ന് പറയുന്നത് സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി K സുധാകരൻ ലിസ്റ്റ് പുറത്തിറക്കി. അത് KPCC സെക്രട്ടറിമാരുടെ ലിസ്റ്റാണ്. അതിലും തന്നെ പൂർണ്ണമായി തടയപ്പെട്ടു എന്നതാണ് തമ്പാനൂർ സതീഷ് പറയുന്നത്. വേദനാജനകമാണ് ഈ തടയപ്പെടൽ. പൂർണ്ണമായി ഓരോ ഘട്ടങ്ങളിലായി തന്നെ തടയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവസാന ലിസ്റ്റിലും തന്നെ പരിഗണിച്ചില്ല. മറ്റ് ചില ഉപജാപക സംഘങ്ങളാണ് KPCC ആസ്ഥാനം നിയന്ത്രിക്കുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരൻ ഇവരുടെ തടവിലാണ് എന്നാണ് തമ്പാനൂർ സതീഷിൻ്റെ ആരോപണം. മറ്റ് ചില സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങളും KPCC ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് നടന്ന ചില ക്രമക്കേടുകളെ സംബന്ധിച്ചും തമ്പാനൂർ സതീഷ് ചില രേഖകൾ അടക്കമായിരിക്കും നാളെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദമാക്കുക. ഏതായാലും നാളെ തമ്പാനൂർ സതീഷിന്റെ വാർത്താ സമ്മേളനത്തിൽ ചില നിർണായക കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് തമ്പാനൂർ സതീഷ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നേതാവായ തമ്പാനൂർ സതീഷും പാർട്ടി വിടുകയാണ്. നേരത്തെ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം തമ്പാനൂർ സതീഷ് രാജിവെച്ചിരുന്നു. പ്രതാപകാലത്ത് കരുണാകരൻ്റെ വിശ്വസ്തനായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് സതീഷ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില പണപ്പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം നാളെ വെളിപ്പെടുത്തുമെന്നാണ് തമ്പാനൂർ സതീഷ് പറയുന്നത്.